ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പിൽപ്പരിക്കെഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ വാക്യഭാഗം അതിൻ്റെ 19-ാം വാക്യം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. കർത്താവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് അവിടുന്ന് ഇടപെടണമേ. കണ്ണുനീരോടെ നിരാശയോടെ ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങളുണ്ട്. മാതാപിതാക്കൾ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ, രോഗിയായി കഴിയുന്ന കുടുംബ ജീവിതങ്ങളുണ്ട്. കർത്താവേ, ഹബൂന ശാന്താരകസ്യ കടഭാരത്താൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവേ, വർഷങ്ങളായി നാട്ടിൽ പോകാതെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾ, വ്യക്തി ജീവിതങ്ങളുണ്ട്. കർത്താവേ, ബിസിനസ് തകർച്ചയിലൂടെ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവേ, ഇന്ന് വചനം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അത് 30, 60, 100 ഇനി ഫലം കായ്ക്കട്ടെ. ഉടബൽ ഹംദനാശിയ ഭയപ്പെടുത്തുന്ന ഇരുട്ടുണ്ട ശക്തികൾ ഭവനമണ്ഡലങ്ങളിൽ നിന്ന് മാറപ്പോട്ടെ. എല്ലാ അടഞ്ഞ വാതിലുകളും യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ. വചനം ഇന്ന് ജീവനും ചൈതന്യവുമായി ഓരോ വ്യക്തി ജീവിതങ്ങളും വെളിപ്പെടട്ടെ. അടിയനെ താഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണമാണ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല, അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ, എന്താനന്ദം. തൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമുക്ക് ഭയഭക്തനായ അബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രഹാം ദൈവത്തോട് കൂടെ നടന്ന സ്നേഹിതനായിരുന്നു. എന്നാൽ താൻ വളരെ നിരാശനായിരുന്നു, വളരെ ഭാരപ്പെടുന്ന വ്യക്തിയായിരുന്നു. അതേ, തൻ്റെ ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം അബ്രഹാം ദർശനത്തിൽ യഹോവയുടെ അരുൾപ്പാടുണ്ടായതെന്തെന്നാൽ, അബ്രാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയും നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിനും അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമോഷിലേക്കാരനായ ഈ എലസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്കൊരു സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുമെന്ന് അബ്രാം പറഞ്ഞു. അവൻ അതിൻ്റെ അവകാശിയാകില്ല. നിൻ്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുൾപ്പാടുണ്ടായി. പിന്നെ അവൻ അവനെ പുറത്ത് കൊണ്ടുവന്ന് ചെന്ന്, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുന്നുവെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം, കണ്ടോ, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണമാണ് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാമേ, നീ പുറത്തു വന്ന് നോക്കിയപ്പോൾ അതേ നിൻ്റെ സന്തതികൾ അതേ ഇതുപോലാകുമെന്ന് ദൈവവചനം പറയുമ്പോൾ, ദൈവം തന്നോട് പറയുമ്പോൾ, ഒരുപക്ഷേ അബ്രഹാം പൂർണ്ണമായി വിശ്വസിച്ചിരിക്കാം. എന്നാൽ പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്ന് ചെന്ന്, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുന്നുവെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു.
നിൻ്റെ സന്തതികളെ ഇങ്ങനെ ആക്കുമെന്ന് അവനോട് കൽപ്പിച്ചു. അപ്പോൾ ദൈവം തൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണമാണ് അതേ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത്. തൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം ഇന്ന് രോഗാവസ്ഥയിൽ കഴിയുന്നവർ, കടഭാരത്താൽ ബിസിനസ് തകർച്ചകൾ കഴിയുന്നവർ, ഇന്ന് ഈ വചനത്തെ വിശ്വസിക്കുവാൻ സാധിച്ചാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും അതേ തൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഇന്ന് മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ കാണാം, രോഗാവസ്ഥയിൽ കഴിയുന്നവർ കാണാം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിച്ച ദൈവം തൻ്റെ വാർദ്ധക്യത്തിൽ, തൻ്റെ 99 വയസ്സിൽ തനിക്കൊരു മകനെ നൽകുവാൻ ദൈവത്തിന് സാധിക്കുന്നുവെങ്കിൽ ഉടവൽഹബന ശാന്തരിയ അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ കാണാം. എന്നാൽ ഈ വചനം ഇന്ന് ഏറ്റുപറയുവാൻ സാധിച്ചാൽ അതെ എൻ്റെ ദൈവമോ എൻ്റെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളൊക്കെയും തൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ ഇന്ന് എനിക്ക് പൂർണ്ണമായി തീർത്തു തരുമെന്ന് ഒന്ന് ഏറ്റുപറയുവാൻ സാധിച്ച അതേ കടഭാരത്തിലിരിക്കുന്ന വ്യക്തിയായിരിക്കാം. എൻ്റെ ദൈവമോ എൻ്റെ കടഭാരങ്ങളൊക്കെയും തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് നമുക്ക് ഏറ്റുപറയുവാൻ സാധിച്ചാൽ നിശ്ചയമായി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ, ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ, ജോസഫിൻ്റെ ജീവിതത്തിൽ, മോശയുടെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിച്ച ദൈവം അവൻ ഇന്നും അത്ഭുതം ചെയ്യുവാൻ അവൻ മതിയായ ദൈവമാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ദാനിയേലിൻ്റെ ബുദ്ധിമുട്ടുകളെ സഹായിച്ച ദൈവം ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട് തകർത്ത് കളയുവാൻ പദ്ധതിയിട്ടപ്പോൾ സിംഹക്കുഴിയിൽ നിന്നും വിടിവിച്ചവനായ ദൈവം എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു വരും. അതേ ഇന്ന് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, നീ വചനമൊന്ന് ഏറ്റുപറയുവാൻ സാധിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവമോ എൻ്റെ രോഗാവസ്ഥകളൊക്കെയും തൻ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി എനിക്കിന്ന് തീർത്തു തരുമെന്ന് ആര് പറയുന്നുവോ? ശൂന്യാവസ്ഥയിൽ കഴിയുന്നതായിരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കാണുവാൻ സാധിക്കും. അതേ രാത്രി യേശു ഗനസോരം തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് തിക്കിത്തിരിക്കിയാൽ അതേ മത്സ്യബന്ധനത്തിന് പോയി വല കഴുകുന്ന 2 പടകിൽ അതിൽ ശിമയോനുള്ള പടകിൽ കയറി അല്പം നീക്കണമെന്ന് അപേക്ഷിച്ചു. ഔഷാപരഹസ്തിയ ഔഡഹന്തരിയ അതേ അല്പം നീക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അതേ പടകിൽ നിന്ന് പുരുഷാരത്തോട് സംസാരിച്ച് തീർന്നതിന് ശേഷം ശിമയോനെ നീ ആഴത്തിലേക്ക് വലയിറക്കുവിനെന്ന് പറഞ്ഞു. ശിമയോൻ പറഞ്ഞു, നാഥ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, എന്നാൽ നിൻ്റെ വാക്കിന് വലയിറക്കാം. ആ ദൈവത്തിൻ്റെ യേശുവിൻ്റെ വാക്കിന് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടുവാൻ അനുഭവപ്പെട്ടു. വലിയ പെരുത്ത മീൻകൂട്ടം അവരുടെ ജീവിതത്തിൽ അതേ കണ്ടിട്ടില്ലാത്ത മാതിരി വലിയ പെരുത്ത മീൻകൂട്ടം അതേ തൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുകും. ഇന്ന് ശിമയോൻ്റെ പടകിനെപ്പോലെ തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, എൻ്റെ ദൈവമോ എൻ്റെ കടഭാരങ്ങളൊക്കെയും ക്രിസ്തുയേശുവിൽ തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് ആര് പറയുന്നുവോ ഇന്ന് അതിശയങ്ങളെയും അത്ഭുതങ്ങളെയും കാണുവാൻ സാധിക്കും. അതേ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ശിമയോൻ്റെ പടകിൽ യേശുവിനെ കയറ്റിയപ്പോൾ തൻ്റെ പടകിൻ്റെ സ്ഥിതി മാറുവാനിട വന്നു. നിൻ്റെ ഹൃദയമായ പടകിൽ ഇന്ന് നീ ആ ക്രിസ്തുവിനെ ഒന്ന് ഉൾക്കൊള്ളുവാൻ, ആ ക്രിസ്തുവിന് ഒരു ഇടം കൊടുക്കുവാൻ നീ തീരുമാനമെടുത്താൽ അതേ എൻ്റെ ദൈവമോ നിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും അതേ ക്രിസ്തുയേശുവിൽ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ശൂന്യമായ പടകിനെ നിറച്ചവനായ ദൈവം നിരാശയിലിരുന്ന വ്യക്തി ജീവിതങ്ങളെ മുക്കുവരെ സമാധാനം നൽകിയ ദൈവം, അതേ ശൂന്യതയിലിരുന്ന മുക്കുവരെ അതേ അവർക്ക് സന്തോഷം പകരുവാൻ അതേ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം
താൻ സർവശക്തനായ ദൈവമാണ്. ഓ മഹത്വത്തിൽ വസിക്കുന്നവനായ ദൈവം. അവൻ ഞാനാകുന്ന ദൈവം. അവൻ എൽഷഡായായ ദൈവം. അവൻ അത്ഭുത മന്ത്രിയായ ദൈവം. ശൂന്യമായ പടകിനെ നിറച്ചവനായ ദൈവം. നീ തകർച്ചയിലിരിക്കുന്ന എല്ലാ മേഖലയുമേൽ അവൻ ഇന്ന് നിറയ്ക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അത് രോഗാവസ്ഥയായിക്കൊള്ളട്ടെ, മക്കളില്ലാത്ത അവസ്ഥയായിക്കൊള്ളട്ടെ, ഒറ്റപ്പെടുന്ന അവസ്ഥയായിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ അനാഥത്വമായിരിക്കുന്ന അവസ്ഥയായിരിക്കൊള്ളട്ടെ, അതുപോലെ അനേകർ നിന്നെ വഞ്ചിച്ചപ്പെട്ട അവസ്ഥയിൽ തകർന്നിരിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ഉടവൽ ഹൗഡ ശന്തനഗസ്തിയ അതേ നിരാശയിലിരിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, അതേ മക്കൾ തന്നെ നിന്ദിച്ച് അനുഭവപ്പെടുന്ന ഒറ്റപ്പെട്ട മാതാപിതാക്കളായിക്കൊള്ളട്ടെ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി ഇന്ന് നിങ്ങൾക്ക് തീർത്തു തരും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ എൽഷഡായിയായ ദൈവമാണ്. അവൻ ഞാനാകുന്ന ദൈവമാണ്. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. മഹാദൈവമേശ്വർക്ക് പിതാവേ, കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. അടഞ്ഞ എല്ലാ മേഖലകളും യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. ശൂന്യാവസ്ഥകൾ മാറി ഒരു നിറവിൻ്റെ അവസ്ഥയെ കൽപ്പിക്കുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും ക്രിസ്തുയേശു തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു വരും. അവിടുന്ന് ഇന്ന് നിറച്ച അവസ്ഥ ശൂന്യതകളെല്ലാം മാറ്റി ഇന്ന് പൂർണ്ണമായ ഒരു നിറവിനെ സ്വർഗം അവിടുന്ന് കൽപ്പിച്ച കൃപയ്ക്കായി നന്ദി പറയും. ജനത്തെ അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.